ഇന്നത്തെ പൂക്കൾ അങ്ങനെയുണ്ട് പറയണം കേട്ടോ. സൂപ്പറല്ലേ, ഇതൊരു വെറൈറ്റിയാണ്. ഹായ് എല്ലാവരും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് സദ്യ സ്റ്റൈല് എരിശ്ശേരിയാണ് കേട്ടോ, മത്തന എരിശ്ശേരി. എല്ലാവർക്കും വെക്കാൻ അറിയും, നമ്മൾ വെക്കുന്നത് എങ്ങനെയാണ് കാണിക്കാം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിലെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. അതെ, മൊത്തം തണുപ്പ്. ഓണം എന്ന് പറഞ്ഞിട്ട് ഓണം കൂടെ എത്തി. ഓണം എത്തി. ഒന്നിൻ്റെ പനി മാറിയില്ല കേട്ടോ, കുറച്ചും കൂടി ഉണ്ട്. നല്ല ജലദോഷം. എന്നാലും ആശുപത്രി കൊണ്ടുപോയിട്ടോ ഞങ്ങൾ. ചെത്തിട്ടേ ചുമ വരുന്നു. മുറിച്ചെടുക്കട്ടെ അല്ലേ, എല്ലാം ഒന്ന് മുറിച്ചെടുക്കട്ടെ കേട്ടോ. നമുക്ക് ആദ്യം വൻപയറൊന്ന് വേവിക്കാം കേട്ടോ. വൻപയർ പറഞ്ഞാൽ വെള്ളപ്പയർ. വെള്ളം ഒഴിച്ച് കൊടുക്കാം. മൂന്ന് വിസിൽ വരട്ടെ കേട്ടോ. തേങ്ങ അരയ്ക്കാം. നമുക്ക് ഒരു മുറി തേങ്ങ, അര ടീസ്പൂൺ നല്ല ജീരകം കേട്ടോ. ഒന്ന് അരച്ചിട്ട് വരാം. നമുക്ക് പയർ വെന്താ നോക്കാം. പയർ വെന്തുട്ട് ഒരു 3 വിസിലിൽ അടിപൊളിയായി വെന്തു. ഇവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എരിശ്ശേരി വയ്ക്കാം. ഒരു കഷ്ണം മത്തൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പഴുത്ത മത്തനാണ്. ഉപ്പിട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കാം. മത്തനൊന്ന് വേകട്ടെ കേട്ടോ. അടച്ച് വെച്ചിട്ട് വേവിക്കാം. നമുക്ക് വേകട്ടെ നന്നായിട്ട്. നമുക്ക് മത്തൻ വെന്താ നോക്കാം. മത്തൻ വെന്തു കിട്ടാം. ഒരുപാട് വെന്ത് തുടങ്ങണ്ട. നമ്മുടെ വേവിച്ച് വെച്ച പയറിട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ ഉപ്പിട്ടില്ല കേട്ടോ. പയറിൽ നല്ല വലിപ്പുണ്ടല്ലോ പയർ. നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. തരിതരായിട്ട് അരച്ചിരിക്കണം, നല്ലോണം അരക്കണ്ട കേട്ടോ. അരപ്പൊക്കെ ഒന്ന് തിളക്കട്ടെ. അരപ്പൊഴിച്ചിട്ട് തിളച്ചു കൂട്ടാ. കുറുകി നന്നായിട്ട്. ഇനി നമുക്ക് താളിച്ച് വയ്ക്കാം. അടിപൊളിയായിട്ട് ഇത് വറവിടാട്ടെ. ചീഞ്ചട്ടിയും ചൂടാവട്ടെ നന്നായിട്ട്. ഈ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടെ. നല്ല ചൂടായിപ്പോ കടുകിട്ട് കൊടുക്കാം. രണ്ട് വറ്റൽമുളക്, രണ്ടോളം കറിവേപ്പില കേട്ടോ. നമുക്ക് 1.5 പിടി തേങ്ങ കേട്ടോ.
തേങ്ങ നന്നായി മൂത്ത് വരട്ടെ. നമ്മൾ ചുവചകയെന്നാണ്. ഏകദേശമാണ്. തേങ്ങ മൂത്ത് വന്നു കേട്ടോ, അത്രയും മതി. ഇതിലേക്ക് കൊട്ടി കൊടുക്കട്ടെ. കണ്ടോ, സൂപ്പർ എരിശ്ശേരി. നിങ്ങളെങ്ങനെ വെക്കുന്ന കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒന്നും കൂടി കുറവ്. അടിപൊളിയല്ലേ? ചേന മെഴുക്കുവരട്ടി വെക്കണം കേട്ടോ. ഇത് ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേന. കടുക് കഴിഞ്ഞു കടുക് ഇട്ട് കൊടുക്കാം. ഇത് വെളുത്തുള്ളിയും ചെറിയ ഉള്ളി കേട്ടോ. ഒരു വറ്റൽമുളക്, ഒരു 2 കറിവേപ്പില. ഇത് നന്നായി മൂത്ത് വരട്ടെ. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടാൽ ചതച്ച മുളക് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ്. മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ചേന വേവിച്ച് വെച്ചാണ് കേട്ടോ. കുറച്ചുള്ളൂ, ഇന്നലത്തെ ബാക്കി ചേന. കുക്കറിൽ 1 വിസിൽ വേണ്ട, ഉടഞ്ഞിട്ടേ ഇല്ല, പാകത്തിന് വന്നു. അടിപൊളി ചേന മെഴുക്കുവരട്ടി. ഏട്ടന് ചോറ് കൊടുക്കട്ടെ. അടിപൊളി ചേനപ്പേരി മെഴുക്കുവരട്ടി. മത്തനരിശ്ശേരി നിങ്ങൾ എങ്ങനെയാണ് വെക്കുകയെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സദ്യ സ്പെഷ്യലി ചോറിൻ്റെ കൂടെ കഴിക്കാണ്ടല്ലോ. ഒരു പപ്പടം കൂടി വേണം. പപ്പടം ഇല്ല, പപ്പടം ഉണ്ട്, കാച്ചില്ല. ഏട്ടൻ ചോറിന് കേട്ടോ. അങ്ങനെയുണ്ട് എൻ്റെ മത്തനരിശ്ശേരി. അടിപൊളിയാ. ചോറിൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റാണ്. ശരിക്കും പപ്പടം വേണം. പപ്പടം കാച്ചില്ല, സമയമില്ല കേട്ടോ. അതാണ് ഇത്. പരീക്ഷയ്ക്ക് വേണം. ഞങ്ങൾ കഴിക്കട്ടെ. രാവിലെ നല്ല മഴ പെയ്തു കേട്ടോ. 6:30 ആകുമ്പോൾ. ഇപ്പോൾ നല്ല വെയിൽ. തുണി അങ്ങനെ ഉണങ്ങിയിട്ടില്ല. ഇവിടെ വെയിലില്ല, കണ്ടില്ലേ? എല്ലാവരുടെ നാട്ടിൽ മഴയുണ്ടോ? മഴ കുറഞ്ഞാ? എനിക്കിന്ന് ഉച്ചവരെ ഉള്ളൂ കേട്ടോ പരീക്ഷ. മാത്സ് പരീക്ഷയായിരുന്നു എനിക്ക്. ഉറുമ്പ് കടിക്കണം. ഉറുമ്പ് കടിക്കണം. ഉറുമ്പ് യൂണിഫോമാണ്. ഓണൊക്കെ എത്തിയില്ലേ? എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്താ? തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ. ബൈ ബൈ, സീ യു.